friends, today we are going to discuss the chapter Coordination Chemistry. Coordination Chemistry നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു പോർഷൻ ആണ്. എങ്കിലും കെമിസ്ട്രിയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് ബോണ്ടിങ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ബോണ്ടിങ് ഏതൊക്കെയാണ്? അയണിക് ബോണ്ടിങ് അറിയാം, അതേപോലെ തന്നെ കോവലന്റ് ബോണ്ടിങ് അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ അയണിക് ബോണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ആറ്റംസിന് ഇടയിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുന്നു. അതുവഴി ഉണ്ടാകുന്ന ബോണ്ടാണ് അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് കോവലന്റ് ബോണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിലോ, അവിടെ ആറ്റംസിനിടയിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെയാണ് കോവലന്റ് ബോണ്ടിങ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോണ്ടാണ് കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ കോവലന്റ് ബോണ്ടിങ്ങിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നുണ്ട്, എങ്കിലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അല്ലെ. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ മറ്റൊരു രീതിയിൽ എന്ത് പറയും? ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാൻസിഷൻ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദേ ക്യാൻ ഫോം കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോംപ്ലെക്സസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിന് കോംപ്ലെക്സുകളെ ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ കോംപ്ലെക്സ് ആണ്. അപ്പൊ നിങ്ങൾ 11th കോംപ്ലെക്സ് ഫോർമേഷൻ നടക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ കോംപ്ലെക്സിന്റെ ആധികാരികമായിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട തിയറീസോ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. അതൊക്കെയാണ് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഹിമോഗ്ലോബിൻ, അതേപോലെ ക്ലോറോഫിൽ, വിറ്റാമിൻ B12 ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ്? ബയോളജിയിലാണ് കേട്ടിട്ടുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഈ കോമ്പൗണ്ട്സിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം. ക്ലോറോഫിൽ ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലുള്ള ഒരു കമ്പോണന്റ് ആണെന്ന് അറിയാം. വിറ്റാമിൻ B12 ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ഇവരുടെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. എന്നാൽ ഇവരൊക്കെ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്. അപ്പൊ ഇവരുടെയൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഇമ്പോർട്ടൻസ് അതേപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട തിയറീസ് എങ്ങനെയാണ്, ഇവരുടെ നോമൻക്ലേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ എ കോർഡിനേഷൻ കോമ്പൗണ്ട്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Coordination compound consists of a central transition metal atom or ion which is attached by or which is surrounded by a set of molecules or ions by coordinate covalent bond. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു ട്രാൻസിഷൻ മെറ്റലോ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ അയോണോ ആയിരിക്കും, മെറ്റൽ ആറ്റമോ അല്ലെങ്കിൽ മെറ്റൽ അയോണോ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് NiCO4 ടൈംസ്. അപ്പൊ അതിലെ നിക്കൽ ആണ് നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കും ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. ഇനി അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് എ സെറ്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് അയോൺസ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഗ്രൂപ്പാണ് ഇവിടെ CO4 ടൈംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. 4 CO ഗ്രൂപ്പ്സ് ഈ നിക്കൽ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഉണ്ട്. അപ്പൊ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് സെൻട്രൽ ആയിട്ട് ഒരു ട്രാൻസിഷൻ മെറ്റൽ ആറ്റമോ മെറ്റൽ അയോണോ ഉണ്ടാകും. അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ബൈ കോർഡിനേറ്റ് കോവലന്റ് ബോണ്ട്. കോവലന്റ് ബോണ്ട് അതായത് കോർഡിനേറ്റ് കോവലന്റ് ബോണ്ടിലൂടെയാണ് ഈ സെൻട്രൽ ആറ്റവും ഈ ചുറ്റിനുമുള്ള മോളിക്യൂൾസും പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നത്? ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 1 atom contributes 2 electrons എന്നാണ്. അതായത് ഒരു ആറ്റം തന്നെയാണ് 2 ഇലക്ട്രോൺസിനെയും എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അയണിക് ബോണ്ടിങ്ങിന്റെ എക്സാമ്പിൾ എടുക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റൊരു ആറ്റം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുകയാണ് അല്ലെ. അങ്ങനെ അപ്പൊ പരസ്പരമാണ് അവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതേപോലെ കോവലന്റ് ബോണ്ട് എടുത്താലോ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. 2 ആറ്റം ഉണ്ടെങ്കിൽ ആ 2 ആറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആറ്റം തന്നെയാണ് മെറ്റലിലേക്ക് 2 ഇലക്ട്രോൺസിനെയും എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അപ്പൊ സെൻട്രൽ ആയിട്ട് ഒരു മെറ്റൽ ആറ്റം ഉണ്ട്. അപ്പൊ ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോൺസ് ചേരുന്നതാണ്. അപ്പൊ ആ ബോണ്ടിലെ 2 ഇലക്ട്രോൺസിനെയും മെറ്റൽ ആറ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ആറ്റം തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് കോർഡിനേറ്റ് ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് സെൻട്രൽ ആയിട്ട് ഒരു ട്രാൻസിഷൻ മെറ്റൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ഒരു അയൺ ഉണ്ടാകും. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാകും? കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് അയൺസ് ഉണ്ടാകും. ഇവര് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുമൂലമാണ്? കോർഡിനേറ്റ് ബോണ്ടിലൂടെയാണ്. കോർഡിനേറ്റ് ബോണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഓക്കെ, അപ്പൊ NiCO4 ടൈംസ് എന്ന എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ നിക്കൽ ഇത് ട്രാൻസിഷൻ മെറ്റൽ ആറ്റം ആയതുകൊണ്ട് അതാണ് സെൻട്രലിൽ വന്നിരിക്കുന്നത്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് 4 CO മോളിക്യൂൾ, ഇതിനെ നമ്മൾ കാർബണൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. 4 കാർബണൈൽ ഗ്രൂപ്പുകൾ കോർഡിനേറ്റ് ബോണ്ട് വഴി നമ്മുടെ നിക്കലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ഇനിയും കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തിലെ ഓരോ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഞാൻ ആദ്യം പറഞ്ഞു, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സെൻട്രൽ ആയിട്ട് ഒരു ട്രാൻസിഷൻ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ഒരു അയൺ ഉണ്ടാകും. ഓക്കെ, അപ്പം NiCO4 ടൈംസ് എന്ന കോമ്പൗണ്ട് എടുക്കുമ്പോൾ നിക്കൽ ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ മെറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ ആറ്റമോ മെറ്റൽ അയോണോ ആയിരിക്കും. അത് നടുക്കായിട്ട് വരും. അതിലേക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് അയോൺസ് എന്ത് ചെയ്യും? സറൗണ്ട് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ്. ഇനിയും ഈ ഗ്രൂപ്പ് ഓഫ് അയോൺസ് സറൗണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ കുറച്ച് നേരം കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്, അതിനൊരു പേരുണ്ട്. അതിന്റെ പേരാണ് ലിഗാൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തില് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് സറൗണ്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് അയോൺസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ NiCO4 ടൈംസ് എടുത്തു വെച്ച് നോക്കിയാൽ അതിനകത്തിലെ ലിഗാൻഡ് ആരാണ്? 4 കാർബണൈൽ ഗ്രൂപ്പ് ആണ്. നിക്കൽ നമ്മുടെ സെൻട്രൽ ആറ്റം ആണെന്ന് പറഞ്ഞു. നിക്കലിനെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 കാർബണൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ലിഗാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ്? കാർബണൈൽ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കോർഡിനേഷൻ കോമ്പൗണ്ട് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ which is surrounded by a group of molecules called ligands. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റമോ അയോണോ ഉണ്ടാകും. അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ചുറ്റിനും കുറച്ച് ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾ കൂടുതൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലിഗാൻഡ്സും സെൻട്രൽ മെറ്റൽ ആറ്റവും ഒക്കെ ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ തിയറീസിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള തിയറി എന്ന് പറയുന്നത് ആൽഫ്രഡ് വേർണർ എന്ന കെമിസ്റ്റിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കുറിച്ചുള്ള തിയറിയാണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് വെർണേഴ്സ് തിയറി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് കുറച്ച് പോസ്റ്റുലേറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് coordination compounds having 2 types of linkages or valencies. അതായത് വെർണറിന്റെ കോർഡിനേഷൻ തിയറി പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ 2 ടൈപ്പ് ലിങ്കേജസ് പോസിബിൾ ആണ്. ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ബോണ്ടിങ് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം ആ ലിങ്കേജസ് എന്ന വേർഡിനെ മറ്റൊരു വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാലൻസസ് എന്ന് പറയാം, ചിലർ വാലൻസി എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. VALENCES അതാണ്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ 2 ടൈപ്പ് ബാലൻസസ് അല്ലെങ്കിൽ ലിങ്കേജസ് പോസിബിൾ ആണെന്ന് ആൽഫ്രഡ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 2 ലിങ്കേജസ്? ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ലിങ്കേജ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ലിങ്കേജ് ഓർ സെക്കൻഡറി ബാലൻസി. ഓക്കെ, അപ്പൊ അതാണ് വെർണറിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഈ ഓരോ ബാലൻസിയും എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റില് പ്രൈമറി ബാലൻസസ് ആർ അയണൈസബിൾ and are satisfied by negative ions. അതായത് പ്രൈമറി ലിങ്കേജസ് കാണിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അയണൈസ് ചെയ്യാൻ സാധിക്കും, അയോൺസ് ആക്കി ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈമറി ബാലൻസസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്.
മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താണ്? സെക്കൻഡറി വാലൻസിനെ കുറിച്ചാണ്. സെക്കൻഡറി വാലൻസസ് ആർ നോൺ അയനൈസബിൾ. പ്രൈമറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി എന്ന് പറയുന്നത്. സെക്കൻഡറി വാലൻസസ് ഉള്ള കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അയോൺസ് ആക്കി ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരൊക്കെയാണ്? നെഗറ്റീവ് അയോൺസും സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂൾസും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ 3 പോസ്റ്റ്ലേറ്റ് ആയി. ഇനി നാലാമത്തെ പോസ്റ്റ്ലേറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് സെക്കൻഡറി വാലൻസി കാണിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ മെറ്റൽ ആറ്റത്തിന് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് പോസിബിൾ ആണെന്നാണ് നാലാമത്തെ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ 11th കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തിൽ നിങ്ങൾ കുറെ അധികം ജോമെട്രീനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒക്ടാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോമെട്രീസ് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞ പോലെ സെക്കൻഡറി വാലൻസി വഴി ബോണ്ട് ചെയ്യുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ എന്താണ്? ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ്. അവരെ നമുക്ക് പല ജോമെട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നും ആര് പറയുന്നുണ്ട്? വെർണേഴ്സിന്റെ തിയറിക്കകത്തിൽ പറയുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും 4 പോസ്റ്റ്ലേറ്റുകളാണ് വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വരുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 2 ടൈപ്പ് ഓഫ് വാലൻസീസ് പൊസസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി വാലൻസസ് ഓർ സെക്കൻഡറി വാലൻസസ്. വാലൻസി മീൻസ് ലിങ്കേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് പ്രൈമറി വാലൻസസ് എന്ന് പറയുന്നത് എന്താണ്? അയണൈസബിൾ ആണ്, അതേപോലെ തന്നെ നെഗറ്റീവ് അയോൺസ് ആണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് സെക്കൻഡറി വാലൻസ് ആണ്. സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസും ന്യൂട്രൽ മോളിക്യൂൾസും. ഇനി നാലാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി വാലൻസി വഴി കണക്ട് ആയിരിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോസ്റ്റ്ലേറ്റിന്റെ ഒക്കെ ബേസിസിൽ അദ്ദേഹം ധാരാളം കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇദ്ദേഹം പരിചയപ്പെടുത്തിയ കോർഡിനേഷൻ കോമ്പൗണ്ടുകളായിരിക്കും നമ്മൾ മുന്നോട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രിസ്റ്റലൈൻ സോൾട്ട് ആൻഡ് എ കോംപ്ലക്സ്. ഒരു ക്രിസ്റ്റലൈൻ ഡബിൾ സോൾട്ടും അതേപോലെ തന്നെ കോംപ്ലക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്താണ് ഡബിൾ സോൾട്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സോൾട്ട് ഫെമിലിയർ ആണ്. നിങ്ങൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ധാരാളം സോൾട്ടുകളുടെ പ്രിപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ സോൾട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. പക്ഷെ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് 2 സിമ്പിൾ സോൾട്ട് അല്ലെങ്കിൽ എ മിക്സ്ചർ ഓഫ് 2 സിമ്പിൾ സോൾട്ട്. 2 സിമ്പിൾ ആയിട്ടുള്ള സോൾട്ടുകൾ ചേർന്ന ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത്. അതൊരു ക്രിസ്റ്റലൈൻ സോൾട്ട് ആണ്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മോർ സോൾട്ട്. മോർ സോൾട്ട് എന്ന് പറയുമ്പോൾ നോക്കിയാൽ മതി, FeSO4 NH4 twice SO4 6H2O എന്നാണ് മോർ സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും 2 സോൾട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? FeSO4 എന്ന് പറയുന്നത് ഒരു സോൾട്ട് ആണ്, ഫെറസ് സൾഫേറ്റ് ഒരു സോൾട്ട് ആണ്, അതേപോലെ തന്നെ എന്താണ്? അമോണിയം സൾഫേറ്റും ഒരു സോൾട്ട് ആണ്. അപ്പൊ 2 സിമ്പിൾ ആയിട്ടുള്ള സോൾട്ടുകൾ ചേർന്നിട്ടുള്ള എന്താണ്? കോമ്പിനേഷൻ ആണ് ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ മോർ സോൾട്ട്. ഇനി കോംപ്ലക്സ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ഡബിൾ സോൾട്ടും കോംപ്ലക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ഡബിൾ സോൾട്ടിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺ, സിംപ്ലർ അയോൺസ് ആയിട്ട് മാറും. എന്താ പറഞ്ഞത്? ഡബിൾ സോൾട്ടിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസ് ആക്കി സിംപ്ലർ അയോൺസ് ആയിട്ട് മാറാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഡബിൾ സോൾട്ടിനുണ്ട്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ മോർ സോൾട്ട്. ഈ മോർ സോൾട്ടിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് FeSO4 അതേപോലെ അമോണിയം സൾഫേറ്റ് എന്ന 2 സോൾട്ട് ആയിട്ട് ആദ്യം മാറും. അതിനുശേഷം വീണ്ടും സിംപ്ലർ അയോൺസ് ആയിട്ട് അത് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഫെറസ് സൾഫേറ്റ് തന്നെ എന്താണ്? ഫെറിക് അയോൺ ആയിട്ട് അത് മാറും, അതേപോലെ തന്നെ സൾഫേറ്റ് അയോൺ ആയിട്ടും അത് മാറും. അതേപോലെ തന്നെ അമോണിയം സൾഫേറ്റ് എടുത്താലും അമോണിയം അയോൺ ആയിട്ടും സൾഫേറ്റ് അയോൺ ആയിട്ടും അത് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സിംപ്ലർ അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആർക്ക് നടക്കും? ഈ പറഞ്ഞ ഡബിൾ സോൾട്ടിന് നടക്കും when dissolved in water. പക്ഷേ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല?
കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോസിയേഷൻ നടക്കത്തില്ല. സിംപ്ലർ അയോൺസ് ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. ഒരു കോംപ്ലക്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. K4FeCN 6 ടൈംസ് എന്നാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പേരൊക്കെ ഉണ്ട്. അപ്പൊ നോമൻക്ലേച്ചർ ഒക്കെ നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ ഈ പറഞ്ഞ കോംപ്ലക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഡിസോസിയേഷൻ നടക്കും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. എങ്ങനെയാണ്? ഈ പറഞ്ഞ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന അയോൺ ഉണ്ടല്ലോ, നമ്മുടെ പൊട്ടാസ്യം അയോൺ 4K+ അയോൺ ആയിട്ട് മാറും. ബാക്കി ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന അത്രയും പേരും ഒരു ടോട്ടൽ അയോൺ ആയിട്ട് മാത്രമേ മാറുള്ളൂ. അതിനുള്ളിൽ വീണ്ടും ഒരു അയണൈസേഷൻ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഡബിൾ സോൾട്ടും കോംപ്ലക്സും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡബിൾ സോൾട്ടിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് അത് അയണൈസ് ചെയ്ത് സിംപ്ലർ അയോൺസ് ആയിട്ട് മാറും. അതേസമയം കോംപ്ലക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീറ്റ് ഡിസോസിയേഷൻ പോസിബിൾ അല്ല. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതണം. അപ്പൊ അത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലിഗാൻസ് ആണ്. അപ്പൊ ലിഗാൻസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. അതിലേക്ക് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന എ സെറ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലിഗാൻസ് എന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കോർഡിനേറ്റ് ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം തന്നെയാണ് 2 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ ലിഗാൻസ് ആണ് നമ്മുടെ മെറ്റൽ ആറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിഗാൻഡ് ഡോണർ ആറ്റംസ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള ഒരു ആറ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ആറ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിഗാൻഡ് ഡോണർ ആറ്റം എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ തുടക്കത്തില് നിങ്ങൾക്ക് NiCO4 ടൈംസിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അപ്പൊ CO ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ലിഗാൻഡ് ആണ്. പക്ഷെ അതിനകത്തിലെ ഒരു ആറ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആറ്റമാണ് അവിടുത്തെ ലിഗാൻഡ് ഡോണർ ആറ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ലിഗാൻഡ് ഡോണർ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച്, നമ്പറിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലിഗാൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ഓർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. ആ പേരിനകത്ത് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. യൂണി മീൻസ് 1 എന്നാണ്. അപ്പൊ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ ആറ്റം മാത്രമുള്ള ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ the ligands having only one donor atoms are called unidentate or monodendate ligands. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഹാലജൻസിനെയാണ്. ഓക്കെ. അപ്പൊ ഹാലജൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏത് ഹാലജൻ ആണോ ആ ഹാലജൻ മാത്രമായിരിക്കും അവിടെ ഡോണർ ആറ്റം ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ NH3 കൊടുത്തിട്ടുണ്ട്, OH- H2O. അപ്പൊ ഇവരിലെല്ലാം എന്താണ്? NH3 എടുത്തു കഴിഞ്ഞാൽ അവിടെ നൈട്രജൻ മാത്രം, NH3 ഒരു ടോട്ടൽ ലിഗാൻഡ് ആയിരിക്കും. പക്ഷെ അതിനകത്തിലെ നൈട്രജൻ മാത്രമായിരിക്കും എന്ത്? ഡോണർ ആറ്റംസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്, ഡോണർ ആറ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അതാണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡൈഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. അപ്പൊ മോണോഡെൻഡേറ്റ് ലിഗാൻസിൽ ഒരു ഡോണർ ആറ്റമേ ഉള്ളൂവെങ്കിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻസിൽ എത്ര ഡോണർ ആറ്റംസ് ഉണ്ടാകും? 2 ഡോണർ ആറ്റംസ് ഉണ്ടാകും. അപ്പൊ 2 ഡോണർ ആറ്റംസ് ഉള്ള ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഥൈൻ 1,2-ഡയമീൻ എന്നാണ് ആ എക്സാമ്പിൾ. അതിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈഥൈൻ ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 1ാമത്തെയും 2ാമത്തെയും പൊസിഷനിൽ എന്ത് വന്നിട്ടുണ്ട്? അമീൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തില് നൈട്രജനെ നിങ്ങൾക്ക് കാണാലോ. അപ്പൊ ഈ നൈട്രജൻ ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എത്ര നൈട്രജൻ ഉണ്ട്? ഡൈഅമീൻ എന്നാ പറഞ്ഞത്. അപ്പൊ 2 നൈട്രജൻ ഉണ്ട്. അപ്പൊ എത്ര ഡോണർ ആറ്റംസ് ആയി? 2 ഡോണർ ആറ്റംസ് ആയി. അങ്ങനെ 2 ഡോണർ ആറ്റംസ് ഉള്ള ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഈഥൈൻ 1,2-ഡയമീനെ നമുക്ക് ഷോർട്ട് ഫോമിൽ EN എന്ന് എഴുതാറുണ്ട്. സ്മോൾ ലെറ്ററിൽ നമ്മൾ EN എന്ന് എഴുതാറുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഓക്സലേറ്റും ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ C2O4 2- ആണ്. അവിടെ 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. പക്ഷെ അതിൽ 2 ഓക്സിജൻ ആറ്റംസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക, അല്ലെങ്കിൽ അടുത്ത കാറ്റഗറി നോക്കുക. പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്? യെസ്, 2ൽ കൂടുതൽ ഡോണർ ആറ്റംസ് വരുന്ന കാറ്റഗറിയാണ് എന്ത്? പോളിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്.
അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ് EDTA പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. എത്തിലീൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡൈ അമീൻ, 2 അമീൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, 2 നൈട്രജനെ നിങ്ങൾക്ക് അവിടെ കാണാം. ടെട്രാ അസറ്റിക് ആസിഡ്, 4 അസറ്റൈൽ ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. CH2COO- 4 എണ്ണം കാണാമല്ലോ. ഓക്കെ, അപ്പൊ അതാണ് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പൊ ഇതിനകത്തില് 2ൽ കൂടുതൽ ഡോണർ ആറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ഡൈ അമീൻ എന്ന് പറഞ്ഞതിലെ അമീൻ ഗ്രൂപ്പിലെ 2 നൈട്രജൻ ആറ്റം ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 4 അസറ്റൈൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. ആ 4 അസറ്റൈൽ ഗ്രൂപ്പിലെ 2 ഓക്സിജൻ ആറ്റം വീതം എന്ത് ചെയ്യുന്നുണ്ട്? ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം 2 നൈട്രജൻ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും എന്താണ്? ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2ൽ കൂടുതൽ ഡോണർ ആറ്റംസ് വരുന്നത് കൊണ്ട് ഇതേത് കാറ്റഗറിയാണ്? പോളിഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയാണ്. എക്സാമ്പിൾ EDTA. അപ്പം അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. അതായത് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സിന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്, പക്ഷേ അവർക്ക് 1ൽ കൂടുതൽ ഡോണർ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ യൂണിഡെൻഡേറ്റിനകത്തിൽ തന്നെയുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആണ് എന്ത്? ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. NO2- അതേപോലെ തന്നെ SCN- ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ NO2- എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ 2ന്റെയും സ്ട്രക്ചർ വൈസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. M എന്ന് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് മെറ്റലിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ NO2- നൈട്രജനും മെറ്റലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഓക്സിജൻ വഴിയും മെറ്റലിലേക്ക് കോർഡിനേഷൻ പോസിബിൾ ആണ്. അപ്പൊ അവിടെ 2 ഡോണർ ആറ്റംസ് വന്നില്ലേ? അപ്പൊ അത് എന്താണ്? ആംഫിഡെൻഡേറ്റ് ആണ്. പക്ഷേ നമ്മളിപ്പം നൈട്രിറ്റോ N എന്ന് പറയുന്ന ആ കാറ്റഗറി എടുക്കുമ്പോൾ അത് മാത്രം നോക്കുമ്പോൾ എന്താണ്? ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് യൂണിഡെൻഡേറ്റ് ആണ്. പക്ഷേ NO2- എന്തും പോസിബിൾ ആണ്, ഓക്സിജൻ വഴിയുള്ള കോർഡിനേഷനും പോസിബിൾ ആയതുകൊണ്ട് അത് ഏത് കാറ്റഗറിയാണ്? ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ SCN- എടുത്താലും അങ്ങനെ തന്നെ. സൾഫറും ഒരു ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സൾഫർ വഴി മെറ്റലിലേക്ക് കോർഡിനേഷൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ നൈട്രജൻ വഴിയും മെറ്റലിലേക്ക് കോർഡിനേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്സിൽ തന്നെ വരുന്ന ഈ ഒരു എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എങ്ങനെ വിളിക്കുന്നത്? ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കീലേറ്റിംഗ് ലിഗാൻഡ്സ് ആണ്. കീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്സ് പറഞ്ഞു, അതേപോലെ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സും പറഞ്ഞു. അപ്പൊ ഡൈഡെൻഡേറ്റും പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സും അവരുടെ ഡോണർ ആറ്റംസ് ഉപയോഗിച്ച് നമ്മുടെ മെറ്റൽ അയോണിന് ചുറ്റും, ഒരു മെറ്റൽ അയോണിന് ചുറ്റും എന്താണ്? ഒരു റിംഗ് പോലെ ഫോം ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. അവിടെ സെൻട്രൽ ആയിട്ട് ഒരു മെറ്റൽ ആറ്റം ആണുള്ളത്, M എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും എന്താണ്? നമ്മൾ നേരത്തെ ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് പറയുന്ന ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡിനെ പരിചയപ്പെട്ടായിരുന്നു അല്ലെ. അത്തരത്തിലെ 2 ഈഥെയ്ൻ 1,2 ഡയമീൻ മോളിക്യൂൾ ഇവിടെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അത്തരത്തിലെ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരൊറ്റ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ഒരു റിംഗ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഡൈഡെൻഡേറ്റ് ലിഗാൻഡോ അതോ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സോ അവരുടെ ഡോണർ ആറ്റംസ് ഉപയോഗിച്ച്, അതായത് 1ൽ കൂടുതൽ ഡൈഡെൻഡേറ്റ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് അവരുടെ ഡോണർ ആറ്റംസ് യൂസ് ചെയ്ത് ഒരൊറ്റ മെറ്റൽ അയോണിന് ചുറ്റും ഒരു റിംഗ് ഫോർമേഷനിൽ വന്നാൽ അത്തരം ലിഗാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിൽ എത്ര ലിഗാൻഡ്സ് വന്നിട്ടുണ്ട്? ആ ലിഗാൻഡ്സിന്റെ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈഥെയ്ൻ 1,2 ഡയമീൻ തന്നെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിഗാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡോണർ ആറ്റംസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലിഗാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആകുമ്പോൾ ഒരു ഡോണർ ആറ്റമേ കാണുള്ളൂ. ഡൈഡെൻഡേറ്റ് ആകുമ്പോൾ 2 ഡോണർ ആറ്റംസേ കാണുള്ളൂ. 2ൽ കൂടുതൽ ഡോണർ ആറ്റംസ് വരുന്നതിനെ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയും. യൂണിഡെൻഡേറ്റിനകത്ത് തന്നെ വരുന്ന എക്സെപ്ഷണൽ കേസ് ആണ് ഇത് ആംഫിഡെൻഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഡൈഡെൻഡേറ്റും പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് 1ൽ കൂടുതൽ ഒരൊറ്റ മെറ്റൽ ആറ്റത്തിലേക്ക് റിംഗ് ഫോർമേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? യെസ്,
കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിഗാൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 2-3 ടേംസ് ആണ്. അതിലെ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയർ ആണ്. അപ്പൊ തുടക്കം മുതലേ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ അതാണ് ഈ പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടെന്ന് നമുക്കറിയാം, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോണിനെയോ അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, എൻക്ലോസ് ചെയ്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, K3FeCN 6 ടൈംസ്. ആ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തത്. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് Fe ആണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് ആരാണ്, CN ഗ്രൂപ്പ്സ് ആണ്. 6 CN ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റമായ Feയെയും അതേപോലെ ലിഗാൻഡ് ആയ CN ഗ്രൂപ്പിനെയും കൂടെ നമ്മൾ എൻക്ലോസ് ചെയ്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ the central metal atom or ion and the ligands attached to it are enclosed in a square bracket which is collectively known as coordination sphere എന്നാണ്. ഓക്കെ. ഇനി ഇതിന്റെ അയണൈസബിൾ ഗ്രൂപ്പിനെ നമ്മൾ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്താണ് ഇടുന്നത്. ഇവിടെ തന്നെ അയണൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്, പൊട്ടാസ്യം K3 ആണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ആ അയണൈസബിൾ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺ എന്ന് പറയും. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണോ മെറ്റലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ദാറ്റ് നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ നമ്പർ. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനുള്ളിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് എത്ര ലിഗാൻഡ് ഡോണർ ആറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആ ലിഗാൻഡ് ഡോണർ ആറ്റത്തിന്റെ എണ്ണത്തിനെ, നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സെയിം എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. K3FeCN 6 ടൈംസ്. അതിനകത്തിലെ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് Fe ആണ്. അപ്പൊ അതിലേക്ക് എത്ര ലിഗാൻസ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 6 ലിഗാൻസ്, 6 CN ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ലിഗാൻസ് ആണ്, 6. സോ ദി കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അപ്പം നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് COEN thrice 3+ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ട് ആണ്. നമ്മുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് ആരാണ്, EN ആണ്. EN എന്ന് പറയുന്നത് ആരാണ്, ഈഥൈൻ 1,2 ഡയമീനെയാണ് നമ്മൾ EN എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ്, 3 EN ഗ്രൂപ്പ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊബാൾട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ നമ്പർ 3 ആണെന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈഥൈൻ 1,2 ഡയമീൻ എന്ന് പറയുന്നത് ഒരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ 2 ഡോണർ ആറ്റംസ് വരുന്നുണ്ട്. അപ്പം ഈ ഈഥൈൻ 1,2 ഡയമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രൂപ്പ് എടുത്താൽ തന്നെ അതിൽ 2 ഡോണർ ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ? ഒരു EN ഗ്രൂപ്പ് എടുത്താൽ തന്നെ അതിൽ 2 ഡോണർ ആറ്റംസ് വരുന്നുണ്ട്. അങ്ങനെ എത്ര EN ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആയി, 2 × 3 6 ആയി. അപ്പൊ കോർഡിനേഷൻ നമ്പർ എത്രയാണ്, 6 ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ ആ ഒരു കുഴപ്പം വരുന്നില്ല. അപ്പൊ K3FeCN 6 ടൈംസ് ആ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതില് എന്താണ്, CN എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ആണ്. അപ്പൊ പിന്നെ അതിൽ ഒരു ലിഗാൻഡ് ഡോണർ ആറ്റമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്, എത്ര എണ്ണം ഉണ്ട്, 6 CN വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 ആണ്. പക്ഷേ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് വരുമ്പോൾ ഒരു ഡൈഡെൻഡേറ്റിൽ തന്നെ 2 ലിഗാൻഡ് ഡോണർ ആറ്റംസ് ഉണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ ഒരു ENൽ തന്നെ 2 ഡോണർ ആറ്റം ഉണ്ട്. അങ്ങനെ മൊത്തം 3 EN ഗ്രൂപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് 2 × 3 6 ആണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോർഡിനേഷൻ പോളിഹെഡ്ര എന്നുള്ളതാണ്. കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ഈ ലിഗാൻസിനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് അറൌണ്ട് ദി സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. അപ്പൊ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻസിനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ പല പല ജോമെട്രീസ് നമുക്ക് കിട്ടും. മനസ്സിലായോ?
അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിനെ മുഴുവനായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള ജോമെട്രി തന്നെയാണ്. അപ്പൊ ഞാനിവിടെ ഓരോന്നിന്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒക്ടാഹെഡ്രൽ ഷേപ്പ് അറിയാം അല്ലെ? ഒരു സ്ക്വയറിന്റെ 4 കോർണറും അതേപോലെ തന്നെ മുകളിലോട്ടും താഴോട്ടും നിൽക്കുക. അപ്പൊ ആ ലിഗാൻസിനെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ആറ്റത്തിന് ചുറ്റും, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും. അപ്പൊ നമുക്ക് ഏത് ഷേപ്പ് കിട്ടി? ഒക്ടാഹെഡ്രൽ ഷേപ്പ് കിട്ടി. അതേപോലെ ടെട്രാഹെഡ്രൽ ഷേപ്പ് നിങ്ങൾക്കറിയാം, സ്ക്വയർ പ്ലാനാർ അറിയാം, സ്ക്വയർ ബൈപിരമിഡൽ അറിയാം, അതേപോലെ തന്നെ പെന്റഗണൽ ബൈപിരമിഡൽ അറിയാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ജോമെട്രീസ് ആണ്. ഇത് എങ്ങനെ കിട്ടിയതാണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻസിനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് ഒരു ടൈറ്റിൽസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. കോർഡിനേഷൻ സ്ഫിയർ മനസ്സിലായി, കോർഡിനേഷൻ നമ്പർ മനസ്സിലായി, അതേപോലെ തന്നെ കോർഡിനേഷൻ പോളിഹെഡ്രയും മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ലിഗാൻസും അവരുടെ ചാർജും അതിനകത്തിലെ ഡോണർ ആറ്റംസ് ഇത് ഏത് ടൈപ്പ് ആണെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളിനകത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് ഓരോന്നും നോക്കിയാൽ നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് NH3. സാധാരണഗതിയിൽ നമ്മൾ NH3 മോളിക്യൂളിനെ എന്താ വിളിക്കുക? അമോണിയ എന്നാ വിളിക്കുന്നത് അല്ലെ? പക്ഷേ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ NH3 ഒരു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അമീൻ എന്നാണ് പറയുന്നത്. അതിന്റെ സ്പെല്ലിംഗ് AMMINE എന്നുള്ളതാണ്. മനസ്സിലായോ? അമീൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തിലെ കോർഡിനേറ്റിംഗ് ആറ്റം എന്ന് പറയുന്നത് ആരാണ്? N ആണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ചാർജ് 0 ആണ്. ഇനി ഒരു കോർഡിനേറ്റിംഗ് ആറ്റം ഉള്ളത് കൊണ്ട് അത് ഏത് ടൈപ്പ് ആയിരിക്കും? മോണോഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? H2O. H2O നോർമലി നമ്മൾ വാട്ടർ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. പക്ഷേ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ വരുമ്പോൾ അക്വ എന്നാണ്, ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ H2O നമ്മൾ എങ്ങനെ പറയും? അക്വ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിജൻ ആണ് ഡോണർ ആറ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇയാളുടെ ചാർജും 0 തന്നെയാണ്. ഒരു ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് ഇയാൾ ഏത് കാറ്റഗറിയാണ്? മോണോഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ അടുത്തത് ഹാലജൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഹാലൈഡോ എന്നാണ്. നോർമലി നമ്മൾ ക്ലോറിൻ ബ്രോമിനെയൊക്കെ എന്താ പറയുന്നത്? ഹാലജൻ ഗ്രൂപ്പ്സ് എന്നാ പറയുന്നത്. പക്ഷെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ അവർ ലിഗാൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എന്താ? ഹാലൈഡോ എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ചാർജ് -1 ആണ്. അപ്പൊ ഏത് ഹാലജൻ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വരുന്നത്? ആ ഹാലജൻ ആയിരിക്കും ഡോണർ ആറ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് അയാൾ ഏത് കാറ്റഗറി ആയിരിക്കും? മോണോഡെൻഡേറ്റിന്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അടുത്തത് OH-. OH- നമ്മൾ ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് എന്നാണ് നോർമലി പറയാറുള്ളത്. ഇയാൾ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സോ എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രോക്സോ. ഓക്കെ, അപ്പൊ ഇതിൽ ഓക്സിജൻ ആണ് നമ്മുടെ ഡോണർ ആറ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ചാർജ് -1 ആണ്. ഓക്കെ, ഒരു ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് ഇയാൾ ഏത് കാറ്റഗറിയിൽ വരും? മോണോഡെൻഡേറ്റ് ലിഗാൻസിന്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, അടുത്തത് Cn- ആണ്. Cn- എന്ന് പറയുമ്പോൾ അയാളുടെ ചാർജ് -1 ആണ്. ഇത് ആംഫിഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയിൽ വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാർബൺ വഴിയും കോർഡിനേഷൻ പോസിബിൾ ആണ്, നൈട്രജൻ വഴിയും കോർഡിനേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആംഫിഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയിലാണ്. സയനോ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ നോർമലി സയനൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അയാളെ എന്ത് പറയും? സയനോ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അടുത്ത എന്താണ്? നമുക്ക് പരിചയമുള്ളതാണ് ഈഥൈൻ 1,2-ഡയമൈൻ. ഷോർട്ട് ഫോമിൽ നമ്മൾ E എന്ന് പറയും. ഓക്കെ, അവിടെ ചാർജ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഡോണർ ആറ്റം ആരാണ്? നൈട്രജൻ ആണ്. എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്? 2 ഡോണർ ആറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏത് കാറ്റഗറിയാണ്? ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ കാറ്റഗറിയിൽ വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഓക്സലേറ്റ് ആണ് അടുത്ത കൊടുത്തേക്കുന്നത്. ഓക്സലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും C2O4 2-. ഓക്സലേറ്റോ എന്നാണ് ഇത് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്. അയാളുടെ ചാർജ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്സിജൻ ആണ് അവിടുത്തെ ഡോണർ ആറ്റം. 2 ഓക്സിജൻ ആറ്റം ഡോണർ ആറ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഏതായിരിക്കും? അത് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു ടേബിളിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമുക്ക് നോമൻക്ലേച്ചറിനൊക്കെ ഈ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സുകളെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കോംപ്ലക്സുകളെ വീണ്ടും നമ്മൾ 2 രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതാണ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. എന്താണ്? ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസ്. നിങ്ങൾ ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ?
എന്ന് പറഞ്ഞ പോലെ കോംപ്ലക്സിന് ഇടയിലുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ എന്നാണ് അർത്ഥം. അപ്പൊ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ആറ്റത്തിലേക്ക് സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണ് ബൈൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം കോംപ്ലക്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് സെയിം കൈൻഡ് ഓഫ് ഡോണർ ആറ്റംസ്, അതായത് ലിഗാൻഡ് ഗ്രൂപ്പ് ഒരൊറ്റ കൈൻഡ് ഉണ്ടാവാൻ പാടുള്ളൂ, പല ടൈപ്പ് ലിഗാൻഡ് ഗ്രൂപ്പ്സ് ഉണ്ടാകാൻ പാടില്ല. സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ such type of complexes are known as homoleptic complexes. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് K3FeCN 6 times ആണ്. അപ്പൊ ആ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ Fe ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ Feയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻസിനെ നോക്കിക്കേ, 6 CN ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വേറെ ലിഗാൻസ് ഒന്നും അവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ Feയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡ് ഗ്രൂപ്പ്സ് എന്താണ്? സെയിം ആണ്, ആ 6 CN ഗ്രൂപ്പ് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത്തരം കോംപ്ലക്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അടുത്ത കാറ്റഗറി എന്തായിരിക്കും? ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കുന്ന ലിഗാൻഡ് ഡോണർ ആറ്റംസ് ഡിഫറെന്റ് കൈൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ 2-3 ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്താൽ such type of complexes are known as heteroleptic complexes. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. COCl NH3 5 times Cl2 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊബാൾട്ട് ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ കൊബാൾട്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണ്? Cl എന്ന് പറയുന്ന ഡോണർ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ NH3 നമ്മുടെ അമീൻ ലിഗാൻഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 കൈൻഡ് ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് എന്ത് ചെയ്തു? കൊബാൾട്ടിലേക്ക് ബൈൻഡ് ചെയ്തു. അപ്പൊ ഡിഫറെന്റ് കൈൻഡ് അല്ലേ? അപ്പൊ അത്തരം കോംപ്ലക്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് കോർഡിനേഷൻ കോംപ്ലക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്, നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്. അപ്പൊ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് 11th-ലും 10th-ലും ഒക്കെ അല്ലെ? അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് നെയിമിംഗ് കൊടുക്കുന്നു അല്ലെ? അതിന് നിങ്ങൾ IUPAC റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഓർഗാനിക് കോമ്പൗണ്ട്സിന് നോമൻക്ലേച്ചർ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും എന്തുണ്ട്? നോമൻക്ലേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് IUPACയുമായി റിലേഷൻ ഒന്നും ഇല്ല. ഇവിടെ വേറെ കുറച്ച് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾക്ക് അല്ലെങ്കിൽ കോംപ്ലക്സുകൾക്ക് എന്ത് ചെയ്യുന്നത്? നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ റൂൾസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. 2-3 റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് പരിചയപ്പെടുമ്പോൾ തുടക്കത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ കോമ്പൗണ്ടിന്റെ നോമൻക്ലേച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഈ റൂൾസിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറെക്കുറെ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ ജസ്റ്റ് ആ റൂൾസ് ഒന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് നെയിമിംഗ് അയോൺസ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് നെയിമിംഗ് അയോൺസ്. അയോൺസിന് നെയിം ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. എന്താണ്? ചാർജ് ഉള്ള കോർഡിനേഷൻ കോംപ്ലക്സുകളും ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള കോംപ്ലക്സുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചാർജ് ഉള്ള കോംപ്ലക്സുകളാണെങ്കിൽ നമ്മൾ ആദ്യം കാറ്റയോൺസിനായിരിക്കും എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റയോൺസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആനയോൺസിന് നെയിം ചെയ്യുന്നത്. അപ്പം അയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ കാറ്റയോൺസ് ആർ നെയിംഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ആനയോൺസ്. ഓക്കെ, നോൺ അയണിക് കോംപ്ലക്സോ ന്യൂട്രൽ കോംപ്ലക്സോ ആണെങ്കിൽ, അതായത് ചാർജ് ഇല്ലാത്ത കോംപ്ലക്സുകൾ ആണെങ്കിൽ നമ്മൾ അതിന് എന്താണ്? 1 വേർഡ് നെയിം ആയിരിക്കും കൊടുക്കുന്നത്. ഒറ്റ ഒരു പേരായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. അപ്പൊ അതാണ് എന്ത്? ഓർഡർ ഓഫ് നെയിമിംഗ് അയോൺസ് എന്ന് പറയുന്ന ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന് പേര് കൊടുക്കുന്നു. നമ്മൾ തുടക്കത്തിലേ പഠിച്ചായിരുന്നു കോർഡിനേഷൻ സ്ഫിയർ എന്താണ്? യെസ്, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെയും അതിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കുന്ന ലിഗാൻസിനെയും കൂടെ എൻക്ലോസ് ചെയ്ത് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അതിനെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ അതിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്? അതിന്റെ ഓർഡർ എങ്ങനെയാണ്?
അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ലിഗാൻസിനായിരിക്കണം നമ്മൾ ആദ്യം നെയിം ചെയ്യേണ്ടത്. ലിഗാൻസിന് നെയിം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സെൻട്രൽ മെറ്റൽ ആറ്റം ആണെങ്കിലും അയോൺ ആണെങ്കിലും നമ്മൾ പേര് കൊടുക്കാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് ലിഗാൻസ് ആർ നെയിംഡ് ഫസ്റ്റ് and then only central metal atom or ion. അതാണ് കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ലിഗാൻസിനാണ് നമ്മൾ ആദ്യം പേര് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ലിഗാൻസിന് പേര് കൊടുക്കുന്നത്? കാരണം നമുക്കറിയാം ലിഗാൻസ് പല ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ലിഗാൻസ് ഉണ്ട്, നെഗറ്റീവ് ലിഗാൻസ് ഉണ്ട്, ന്യൂട്രൽ ലിഗാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ടേബിൾ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു നോമൻക്ലേച്ചറിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്, അതിന്റെ ചാർജ് ഒക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ ആവശ്യം വരും. അപ്പം പോസിറ്റീവ് ലിഗാൻസ് ഉണ്ട്, നെഗറ്റീവ് ലിഗാൻസ് ഉണ്ട്, ന്യൂട്രൽ ലിഗാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് പേര് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് ലിഗാൻസ് ആണെങ്കിൽ അവരുടെ നെയിമിന്റെ അവസാനം ഓയിൽ അവസാനിക്കണം. ഓയിലാണ് നെഗറ്റീവ് ലിഗാൻസിന്റെ പേര് അവസാനിക്കേണ്ടത്. അതേസമയം പോസിറ്റീവ് ലിഗാൻസ് ആണെങ്കിലോ IUMലാണ് അവരുടെ നെയിം അവസാനിക്കേണ്ടത്. ഓക്കെ. അതേസമയം ചാർജ് ഇല്ലാത്ത ലിഗാൻസ്, ന്യൂട്രൽ ലിഗാൻസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ എൻഡിങ്സിന്റെ ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായല്ലോ? പിന്നെ ഞാനിവിടെ നെഗറ്റീവ് ലിഗാൻസിന്റെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സൾഫേറ്റും അതുപോലെ തന്നെ നൈട്രേറ്റും. അപ്പൊ നെഗറ്റീവ് ലിഗാൻസ് ആയതുകൊണ്ട് എങ്ങനെ അവസാനിക്കണമെന്നാ പറഞ്ഞത്? ഓയിൽ അവസാനിക്കണം. അപ്പൊ സൾഫേറ്റോ അതേപോലെ തന്നെ നൈട്രേറ്റോ. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ ഇനി നിങ്ങൾക്ക് നോമൻക്ലേച്ചറിലേക്ക് വരുമ്പോൾ ഈ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാകും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ നെഗറ്റീവ് ലിഗാൻസ് ആണെങ്കിൽ അവരുടെ നെയിം എൻഡിങ് ഓയിൽ ആയിരിക്കണം. പോസിറ്റീവ് ലിഗാൻസ് ആണെങ്കിൽ അവരുടെ നെയിം എൻഡിങ് IUMലായിരിക്കണം. ന്യൂട്രൽ ലിഗാൻസ് ഹാവ് നോ സ്പെഷ്യൽ എൻഡിങ്സ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അടുത്ത റൂൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിഗാൻസ് ആണ്. അപ്പൊ ലിഗാൻസിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്പർ ആണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, നിങ്ങൾ അവിടെ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ ഇപ്പം ബ്രാഞ്ചസ് ഒക്കെ 2 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡൈമീത്തൈൽ, ട്രൈമീത്തൈൽ അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സുകളിലും ലിഗാൻസിന്റെ എണ്ണത്തിനനുസരിച്ച് പ്രിഫിക്സുകൾ നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ലിഗാൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ മോണോഡെൻഡേറ്റ് ലിഗാൻസ് ഒക്കെയാണ് സിമ്പിൾ ലിഗാൻസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ലിഗാൻസ് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ലിഗാൻഡ് ഉള്ളെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രിഫിക്സ് ഒന്നും കൊടുക്കാറില്ല. 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഡൈ എന്ന് കൊടുക്കും. മനസ്സിലായി പറഞ്ഞത്? അതേപോലെ 3 എണ്ണം ഉണ്ടെങ്കിലോ ട്രൈ എന്ന് കൊടുക്കും. 4 എണ്ണം ഉണ്ടെങ്കിലോ ടെട്ര എന്ന് കൊടുക്കും. അപ്പൊ സിമ്പിൾ ലിഗാൻസിന്റെ പ്രിഫിക്സുകൾ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷേ കോംപ്ലക്സ് ലിഗാൻസ് ഉണ്ട്. ഏതാ ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത്? ഡൈഡെൻഡേറ്റ് ലിഗാൻസ് ഒക്കെ വരും. കാരണം നമ്മൾ പഠിച്ചതാണ് ഈത്തൈൻ 1,2 ഡയമീൻ ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതിനകത്തിൽ തന്നെ ഒരു ഡൈ വരുന്നുണ്ട്. ആ ലിഗാൻഡിന്റെ പേരിനുള്ളിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഒരു ഡൈ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രിഫിക്സും കൂടെ ഒരു ഡൈ കൊടുത്താൽ അതൊരു കോംപ്ലിക്കേഷൻ ആവും അല്ലെ? അപ്പൊ അങ്ങനത്തെ കോംപ്ലക്സ് ലിഗാൻസുകൾക്ക് നമ്മൾ പ്രിഫിക്സുകൾ കൊടുക്കുന്നത് ഡൈക്ക് പകരം നമ്മൾ ബിസ് എന്ന വാക്കാണ് കൊടുക്കുന്നത്. 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ അല്ല, എങ്ങനെയാണ്? ബിസ്, BIS, ബിസ് എന്ന വാക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ട്രിസ് എന്ന വാക്കാണ് കൊടുക്കുന്നത്. TRIS, ട്രൈ അല്ല, ട്രിസ് എന്ന വാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. അതേപോലെ 4 എണ്ണം വന്നാൽ ടെട്രാക്കിസ് എന്ന വേർഡ് ആണ് കൊടുക്കുന്നത്. ടെട്രയ്ക്ക് പകരം ടെട്രാക്കിസ് എന്ന വേർഡ് എന്ന പ്രിഫിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ എന്താ പറഞ്ഞത്? ലിഗാൻസിന്റെ നമ്പറിംഗ് ആണ് പറഞ്ഞത് അല്ലെ? ഇപ്പൊ നോർമൽ കേസിൽ സിമ്പിൾ ലിഗാൻസ് ആണെങ്കിൽ ഡൈ, ട്രൈ, ടെട്ര എന്ന രീതിയിൽ പോകും. പക്ഷേ കോംപ്ലക്സ് ലിഗാൻസ് ആണെങ്കിൽ പ്രിഫിക്സുകൾ എങ്ങനെ പോകും? ബിസ്, ട്രിസ്, ടെട്രാക്കിസ് എന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പ്രിഫിക്സുകൾ കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പം അടുത്ത റൂൾ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് നെയിമിംഗ് അയോൺസ് ആണ്. നമ്മൾ ലിഗാൻസിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, നമ്പർ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നിങ്ങൾ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ് ശ്രദ്ധിച്ചായിരുന്നല്ലോ. അതിനകത്തിൽ എന്താണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിഗാൻസ് വന്നു. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലിഗാൻസ് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന കോംപ്ലക്സുകളിൽ ഏത് ലിഗാൻസിനാണ് നമ്മൾ ആദ്യം പേര് കൊടുക്കുന്നത്?
അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ ലിഗാൻസ് വന്നാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേര് കൊടുക്കേണ്ടത്. ഇപ്പൊ അമീനും അക്വായും ഈ രണ്ട് ലിഗാൻസും ഒരേ കോംപ്ലക്സിൽ തന്നെ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ആർക്ക് പേര് കൊടുക്കും, അമീൻ ആണ് കൊടുക്കുന്നത്. ബിക്കോസ് ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് അമീൻ അല്ലേ ആദ്യം വരുന്നത്. അപ്പൊ അമീൻ കഴിഞ്ഞിട്ട് നമ്മൾ അക്വ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ലിഗാൻസിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡർ കീപ്പ് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ആൽഫബറ്റിക്കൽ ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ പ്രിഫിക്സ് കൺസിഡർ ചെയ്യരുത്. ട്രൈ, ഡൈ, അതേപോലെ ടെട്രാക്കിസ് അങ്ങനെയുള്ള പ്രിഫിക്സുകളുടെ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കണ്ട. ജസ്റ്റ് ആ ലിഗാൻസിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ മാത്രം നോക്കി പോയാൽ മതി. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലിഗാൻസിന്റെ നെയിം ചെയ്യുന്ന കാര്യവും അതിന്റെ നമ്പറിങ്ങും അങ്ങനെയൊക്കെയാണ് കോർഡിനേഷൻ സ്ഫിയറിനുള്ളില്. അപ്പൊ ലിഗാൻസ് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ആരാണുള്ളത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നെയിമിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അതാണ് എൻഡിങ് ഓഫ് നെയിംസ് എന്ന് കൊടുത്തിരിക്കുന്ന ലാസ്റ്റിലത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റയോണിക് അതേപോലെ തന്നെ ന്യൂട്രൽ കോംപ്ലക്സുകളാണെങ്കിൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നെയിമിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അത് അതുപോലെ തന്നെ നിന്നാൽ മതി. ഏത് കേസിലാണ്, കാറ്റയോണിക്കോ ന്യൂട്രലോ ആണെങ്കിൽ. അതല്ല ആനയോണിക് കോംപ്ലക്സുകളുടെ കേസിൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേരിന്റെ അവസാനിക്കുന്നത് ATEയിലായിരിക്കണം. എങ്ങനെയാണ്, ATEയിലായിരിക്കണം. മനസ്സിലായല്ലോ? ആനയോണിക് കോംപ്ലക്സുകളുടെ കേസിലാണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നെയിം എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ATE. സിംഗേറ്റ്, ഫെറേറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എപ്പോഴും കോർഡിനേഷൻ കോംപ്ലക്സിൽ നെയിം ചെയ്യുമ്പോൾ നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് കഴിഞ്ഞ ഉടനെ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റില് റോമൻ ന്യൂമറൽസ് കൊടുത്തിരിക്കണം. എന്താ പറഞ്ഞത്, നമ്മൾ കോംപ്ലക്സുകളിൽ നെയിം ചെയ്യുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോണിന് നമ്മൾ പേര് കൊടുക്കുമല്ലോ. പേര് കൊടുത്തതിന് ശേഷം അതിന്റെ ബ്രാക്കറ്റില് ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽസിൽ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതോടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അടുത്ത സെക്ഷനിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയാണ് എന്ത് കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ നോമൻക്ലേച്ചറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പിടികിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ഇൻ എ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സിനകത്തിലെ ഓക്സിഡേഷൻ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നോമൻക്ലേച്ചറിന്റെ റൂൾസ് പറഞ്ഞ സമയത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മള് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നെയിം ചെയ്തതിന് ശേഷം അതിന്റെ അടുത്ത് ബ്രാക്കറ്റിലായിട്ട് എന്ത് കൊടുക്കണം, അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽസിൽ റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ഇൻ ദ കോർഡിനേഷൻ കോംപ്ലക്സ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് കോംപ്ലക്സുകളുടെ അല്ല, നോർമൽ മോളിക്യൂൾസിന്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CuNH3 4 times 2+. ഈ ഒരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ ആരാണ്, കോപ്പർ ആണ്. സോ നമുക്ക് കോപ്പറിന്റെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ ബി എക്സ്. കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതിനുശേഷം എന്താണ്, ചാർജ് ഒക്കെ തന്നിട്ടുള്ള ഒരു കോളം, ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തില് അമീൻ എന്ന ലിഗാൻഡിന്റെ ചാർജ് എത്രയായിരുന്നു, 0 ആണ് അല്ലെ. അങ്ങനെ എത്ര അമീൻ ഇവിടെ ഉണ്ട്, 4 അമീൻ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് 4 into 0 equal to എന്താണ് കോംപ്ലക്സിന്റെ ചാർജ് കൊടുത്തേക്കുന്നത്, +2. അപ്പൊ ഇസിക്കൽ ടു +2. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണേണ്ടത്. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. പ്ലസ് അമീന്റെ ചാർജ്, അതായത് ലിഗാൻഡിന്റെ ചാർജ് 0 ആണ്. അങ്ങനെ എത്ര ലിഗാൻഡ് ഉണ്ട് ഇവിടെ, 4. അപ്പൊ 4 into 0 which is equal to total charge of the complex +2. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, +2 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ കോംപ്ലക്സിനെ നെയിം ചെയ്യുന്ന സമയത്ത് സെൻട്രൽ മെറ്റൽ അയോണിന്റെ പേര് കഴിഞ്ഞിട്ട് ഈ 2 എന്നുള്ളത് റോമൻ ന്യൂമറൽസിൽ ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പൊ അത് നെയിം ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ആദ്യത്തെ കോംപ്ലക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PtNH3 6 times Cl4 എന്നാണ് എക്സാമ്പിൾ.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ അയോൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. കൗണ്ടർ അയോൺ എന്താണ്? കോർഡിനേഷൻ സ്ഫിയറിന്റെ ബ്രാക്കറ്റിന് പുറത്തുള്ള അയോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടർ അയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൗണ്ടർ അയോൺ വരുന്ന കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അയണൈസേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാവുള്ളൂ. മനസ്സിലായല്ലോ? അയണൈസേഷൻ നടത്തുന്നത് എങ്ങനെയാണ് കോംപ്ലക്സിന്റെ? നേരത്തെ നമ്മൾ പറഞ്ഞു, കൗണ്ടർ അയോൺ ഒരു അയോൺ ആയിട്ട് മാറും, പ്ലസ് കോർഡിനേഷൻ സ്ഫിയർ അത്രയും ഒരു പർട്ടിക്കുലർ ഒരു ടോട്ടൽ അയോൺ ആയിട്ട് മാറും. അതിനുള്ളിൽ ഒരു ഫെർദർ അയണൈസേഷൻ നടക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിക്കേ. Cl4 ആണ് നമ്മുടെ കൗണ്ടർ അയോൺ എന്ന് പറയുന്നത്. Cl4നെ എങ്ങനെയാണ് നമ്മൾ അയണൈസേഷൻ നടത്തുന്നത്? 4Cl മൈനസ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. പ്ലസ് ബാക്കി കോർഡിനേഷൻ സ്ഫിയർ അത്രയും. അപ്പൊ Clന്റെ ചാർജ് 4 മൈനസ് ആണ്. അപ്പൊ ബാക്കി കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര വരും? 4 പ്ലസ് വരും അല്ലെ. അപ്പൊ ബാക്കി Pt NH3 6 ടൈംസ് അത്രയും കൂടെ ചാർജ് +4 ആണ്. വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനിയാണ് പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി അതിനുശേഷം ചെയ്യുമ്പോൾ നമ്മൾ ഈ കൗണ്ടർ അയോൺ നോക്കണ്ട. അയണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ അയോൺ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ബാക്കി നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിലേക്ക് നോക്കുക. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. എക്സ് പ്ലസ് ലിഗാൻഡ് ആരാണ്? അമീൻ ആണ് ലിഗാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അമീന്റെ ചാർജ് എത്രയാണ്? 0. അങ്ങനെ എത്ര അമീൻ ഇവിടെ വന്നിട്ടുണ്ട്? 6 ഉണ്ട്. അപ്പൊ 6 into 0. അപ്പൊ എക്സ് പ്ലസ് 6 into 0 വിച്ച് ഈസ് ഈക്വൽ ടു കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയാണ്? +4 ആണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു +4. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു +4 എന്ന് കിട്ടി. അപ്പോൾ പ്ലാറ്റിനം എന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് എത്രയാണ്? +4. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലക്സിന്റെ നെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റിനം കഴിഞ്ഞ് ബ്രാക്കറ്റില് 4 റോമൻ ന്യൂമറൽസിൽ റെപ്രസെന്റ് ചെയ്യണം. പിടികിട്ടിയല്ലോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൗണ്ടർ അയോൺ വരുന്ന കോംപ്ലക്സുകളാണെങ്കിൽ അയണൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതുപോലെ കണ്ടുപിടിക്കാവുള്ളൂ. അതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം അടുത്ത എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CONH3 6 ടൈംസ് Cl3 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ തന്നെ കൗണ്ടർ അയോൺ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിളൂടെ കൊടുത്തത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെ അയണൈസേഷൻ നടത്തുക. എങ്ങനെ അയണൈസേഷൻ നടത്തും? Cl3 ആണ് കൗണ്ടർ അയോൺ. Cl3 എങ്ങനെ എഴുതുന്നത്? 3Cl മൈനസ്. അപ്പൊ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എന്ത് വരും? 3 പ്ലസ് വരും അല്ലെ. അപ്പൊ 3Cl മൈനസ് പ്ലസ് CONH3 6 ടൈംസ് 3 പ്ലസ് വരും. അതിനുശേഷം പിന്നെ കൗണ്ടർ അയോൺ നിങ്ങൾ നോക്കണ്ട, കോർഡിനേഷൻ സ്ഫിയറിനകത്തിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ എക്സ് ആയിട്ട് എടുത്തു. അമീൻ തന്നെയാണ് ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു അമീന്റെ ചാർജ് 0 ആണ്. അങ്ങനെ 6 അമീൻസ് ഉണ്ട്. അപ്പം 6 into 0 അല്ലെ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 6 into 0 വിച്ച് ഈസ് ഈക്വൽ ടു കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എന്ന് പറയുന്നത് +3 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? +3 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി? +3 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ നെയിമിംഗ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതി കഴിഞ്ഞ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? 3 എന്നുള്ളത് റോമൻ ന്യൂമറൽസിൽ കൊടുക്കുക. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് റൂൾസ് ഒക്കെ പഠിച്ചായിരുന്നല്ലോ. അപ്പൊ ആ റൂൾസിന്റെ ബേസിൽ നെയിമിംഗ് ചെയ്യുമ്പോൾ ആദ്യം സെൻട്രൽ മെറ്റൽ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? നെയിമിംഗിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോവാണ്. നോമൻക്ലേച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂൾസ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്ന് നിങ്ങൾ ബുക്കിലേക്ക് ചെയ്യുമ്പോൾ ആ റൂൾസ് ഓരോന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ടൊന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച കോംപ്ലക്സ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ നോമൻക്ലേച്ചറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. CONH3 6 ടൈംസ് Cl3 എന്ന കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ നമ്മുടെ റൂൾസിനകത്തിൽ എന്താ പറഞ്ഞിരുന്നത്? കോർഡിനേഷൻ സ്ഫിയർ നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് ആർക്ക് നെയിം ചെയ്യണോന്നാ പറഞ്ഞത്? ലിഗാൻഡിന് നെയിം ചെയ്യണോന്നാ പറഞ്ഞത് അല്ലെ. ഇതിന്റെ ലിഗാൻഡ് ആരാണ്? NH3. NH3യുടെ പേരെന്താണ്? അമീൻ എന്നാണ്. എത്ര NH3 ഉണ്ട്? 6 ഉണ്ട്. ഇതൊരു കോംപ്ലക്സ് ലിഗാൻഡ് ഒന്നും അല്ലല്ലോ, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? 6 എന്നുള്ളതിന് നമുക്ക് ഏത് പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്?
ഹെക്സ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ലിഗാൻഡിന്റെ നെയിം എങ്ങനെ വന്നു? ഹെക്സ അമീൻ എന്ന് വന്നു. ശരിയല്ലേ? അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ആദ്യം നമ്മൾ നെയിം ചെയ്യുന്നത് ലിഗാൻഡിനാണ്. ഇതൊരു സിമ്പിൾ ലിഗാൻഡ് ആണ് അമീൻ. അയാൾ 6 എണ്ണം ഉള്ളത് കൊണ്ട് പ്രിഫിക്സ് നമ്മൾ ഹെക്സ എന്ന് കൊടുത്തു. അങ്ങനെ ലിഗാൻഡിന്റെ നെയിം എങ്ങനെ വന്നു? ഹെക്സ അമീൻ എന്ന് വന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് ആർക്കാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്? സെൻട്രൽ മെറ്റൽ അയോണിനാണ്. ആരാണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ? കൊബാൾട്ട് ആണ് അല്ലെ. അപ്പൊ കൊബാൾട്ട് എന്ന് പറയുമ്പോൾ കൊബാൾട്ട് എന്ന് തന്നെ നിൽക്കണം. കാരണം എന്താണ്? കാറ്റയോണിക് കോംപ്ലക്സിനും ന്യൂട്രൽ കോംപ്ലക്സിനും പ്രത്യേകിച്ച് പേരിന് മാറ്റമൊന്നും വരുത്തണ്ട. മെറ്റൽ അയോണിന്റെ പേര് അതുപോലെ തന്നെ നിൽക്കണം എന്ന് നമ്മൾ റൂളിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊരു കാറ്റയോണിക് കോംപ്ലക്സ് അല്ലേ. കോംപ്ലക്സിന്റെ ചാർജ് 3+ അല്ലേ വരുന്നത്. അപ്പൊ കാറ്റയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് മെറ്റൽ ആറ്റത്തിന്റെ നെയിമിന് യാതൊരു മാറ്റവുമില്ല, കൊബാൾട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റൽ ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. തൊട്ടു മുന്നേ നമ്മൾ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചായിരുന്നു, അയണൈസേഷൻ ഒക്കെ നടത്തി. എത്രയായിരുന്നു? +3 ആയിരുന്നു. അപ്പൊ അതും നമുക്ക് കിട്ടി അല്ലെ. ഇനിയും കൗണ്ടർ അയോൺ നമ്മൾ പേരിടണ്ടേ? ശ്രദ്ധിച്ചാൽ മതി. കൗണ്ടർ അയോൺ ആനയോൺ ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമായിരിക്കണം കൊടുക്കേണ്ടത്. എന്താണ്? കൗണ്ടർ അയോൺ ആനയോൺ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അയാളുടെ പേര് കൊടുക്കാവുള്ളൂ. അപ്പൊ ഇത് ക്ലോറിൻ ആണ്. അപ്പം എന്താ? ക്ലോറൈഡ് അയോൺ ആണ്, ആനയോൺ ആണ്. നമ്മൾ ലാസ്റ്റില് പേര് കൊടുത്താൽ മതി ക്ലോറൈഡ് എന്ന്. മനസ്സിലായല്ലോ? അപ്പൊ ടോട്ടൽ എങ്ങനെ വന്നു ഈ കോംപ്ലക്സിന്റെ പേര്? ഹെക്സ അമീൻ, കൊബാൾട്ട് ബ്രാക്കറ്റിൽ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3, പിന്നെ കൗണ്ടർ അയോൺ ക്ലോറൈഡ്. ഹെക്സ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് ഈ കോംപ്ലക്സിന്റെ നെയിം. നെയിം ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. K3Al(C2O4) ത്രൈസ് എന്നാണ് ഈ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ്? നമുക്ക് ആദ്യം ഇതിനൊന്ന് അയണൈസ് ചെയ്ത് നോക്കാം. ഇതിനെ അയണൈസ് ചെയ്യുമ്പോ എങ്ങനെ വരും? പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താണ്? കാറ്റയോൺ ആണ് അല്ലെ. അപ്പൊ 3K+ എന്ന് വരും. ബാക്കി കോർഡിനേഷൻ സ്ഫിയർ അത്രയും Al(C2O4) ത്രൈസ് വന്നിരിക്കുന്നത് അത്രയും എന്ത് വരും? 3- എന്ന് വരും. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഒന്ന് അയണൈസേഷൻ നടത്തണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അലൂമിനിയം ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. X+. പിന്നെ ഓക്സലേറ്റ് ആണ് ഇവിടെ ലിഗാൻഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. ഓക്സലേറ്റിന്റെ ചാർജ് നമുക്കറിയാം എത്രയാണ്? -2. അങ്ങനെ എത്ര ഓക്സലേറ്റ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ -2 × 3 which is equal to എത്ര വന്നു? -3. അപ്പൊ അങ്ങനെ ടോട്ടൽ X is equal to എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +3 എന്നാണ് നമുക്ക് കിട്ടുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുന്നത്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെയിമിംഗ് ചെയ്യണം. ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള എക്സാമ്പിളിൽ നിങ്ങളോട് പറഞ്ഞു, കൗണ്ടർ അയോൺ ആനയോൺ ആണെങ്കിൽ നെയിമിന്റെ അവസാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ കൗണ്ടർ അയോൺ പൊട്ടാസ്യം ആണ്. അയാൾ എന്താണ്? കാറ്റയോൺ ആണ്. അതുകൊണ്ട് അയാളുടെ പേര് എന്ത് ചെയ്യണം? ആദ്യം കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? കൗണ്ടർ അയോൺ ആനയോൺ ആണെങ്കിൽ നെയിം ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക. പക്ഷേ കൗണ്ടർ അയോൺ കാറ്റയോൺ ആണെങ്കിൽ ആദ്യം കൗണ്ടർ അയോണിന്റെ പേരിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇവിടെ ആദ്യം പൊട്ടാസ്യം എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ആദ്യം ആർക്കാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്? ലിഗാൻഡിനാണ് നെയിം കൊടുക്കുന്നത്. ഇവിടുത്തെ ലിഗാൻഡ് ആരാണ്? ഓക്സലേറ്റ് ആണ്. ഈ ലിഗാൻഡിന്റെ പ്രത്യേകത എന്താ? യെസ്, നെഗറ്റീവ് ലിഗാൻഡ് ആണ്. ചാർജ് -2 ആ. നെഗറ്റീവ് ലിഗാൻഡ് ആണ്. നെഗറ്റീവ് ലിഗാൻഡിന്റെ നെയിം എങ്ങനെ ഇടണമെന്നാണ് നമ്മൾ റൂളിൽ പഠിച്ചത്? യെസ്, നെഗറ്റീവ് ലിഗാൻഡ് ആണെങ്കിൽ അയാളുടെ നെയിം അതായത് ഓയിൽ അവസാനിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ ഓക്സലേറ്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഓക്സലേറ്റോ. അങ്ങനെ എത്ര ഓക്സലേറ്റ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇത് കോംപ്ലക്സ് ലിഗാൻഡ് ഒന്നും അല്ല. അതുകൊണ്ട് എന്താണ്? ട്രൈ ഓക്സലേറ്റോ. അപ്പൊ പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ. അത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്ത ആരാണ്? സെൻട്രൽ മെറ്റൽ അയോണിനെ നോക്കുക. അലൂമിനിയം ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ. നമ്മൾ പറഞ്ഞു എന്താണ്? കാറ്റയോണിക് കോംപ്ലക്സോ ന്യൂട്രൽ കോംപ്ലക്സോ ആണെങ്കിൽ നമ്മൾ സെൻട്രൽ മെറ്റൽ അയോണിന്റെ നെയിം എന്ത് ചെയ്യേണ്ട? മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ആനയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ ഈ കോംപ്ലക്സിന്റെ ചാർജ് എത്രയാണ്? 3- ആണ് അല്ലെ. അപ്പൊ ആനയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റൽ അയോണിന്റെ നെയിമിന്റെ അവസാനം എങ്ങനെ മോഡിഫൈ ചെയ്യണം? ATE എന്ന് മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അലൂമിനിയത്തിന്റെ പേര് എങ്ങനെയാകും? അലൂമിനേറ്റ് എന്ന് വരും. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാ ടോട്ടല്?
പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലൂമിനേറ്റ്. എങ്ങനെയാണ് അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടിയത്? 3 കിട്ടി. അപ്പൊ അലൂമിനേറ്റ് എഴുതി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറൽസിൽ നമ്മൾ 3 റെപ്രസെന്റ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞത്? ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇവിടെ എന്താണ്? കൗണ്ടർ അയോൺ കാറ്റയോൺ ആയതുകൊണ്ട് നമ്മൾ ആദ്യം അയാളുടെ പേര് കൊടുക്കണം. പിന്നെ നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലിഗാൻഡിന് പേര് കൊടുത്തു. ലിഗാൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് അയാളുടെ പേര് ഓയിൽ അവസാനിക്കണം. അയാളുടെ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ട്രൈ ഓക്സലേറ്റോ എന്ന് കൊടുത്തു. പിന്നെന്താണ്? കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ, ആനയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോണിന്റെ പേര് ATEയിൽ അവസാനിക്കണം, അതുകൊണ്ട് അലൂമിനേറ്റ് എന്ന് കൊടുത്തു. അങ്ങനെ പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലൂമിനേറ്റ് എന്ന് കിട്ടി. അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 റെപ്രസെന്റ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ വന്നാൽ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ നിങ്ങൾ ആ റൂൾസും കൂടെ വെച്ചിട്ട് വേണം ഈ ഒരു നെയിമിങ് നടത്താൻ. ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിള് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. NiCO 4 ടൈംസ്. ഈ കോംപ്ലക്സിനാകുമ്പോ പ്രത്യേകിച്ച് കൗണ്ടർ അയോൺ ഒന്നും വരുന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. മനസ്സിലായല്ലോ? NiCO 4 ടൈംസ്. അപ്പൊ എങ്ങനെയാ? അപ്പൊ ഇതിന് കോർഡിനേഷൻ സ്ഫിയർ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് നെയിം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്തിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? നിക്കലാണ്, അല്ലെ? അപ്പൊ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ X എന്ന് വിളിച്ചു. ഇവിടെ ലിഗാൻഡ് ആരാണ്? CO, ദാറ്റ് ഈസ് കാർബണൈൽ ഗ്രൂപ്പ് ആണ്, അല്ലെ? അപ്പൊ എത്ര കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്? 4 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ X + 4 × 0 which is equal to, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിട്ട് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് X = എത്ര കിട്ടി? 0. അപ്പൊ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്രയാണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അത് കഴിഞ്ഞല്ലോ. ഇനി നെയിം ചെയ്യുന്നിടത്തേക്ക് വന്നേ. നമുക്ക് കോർഡിനേഷൻ സ്ഫിയർ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം എന്താണ്? കൗണ്ടർ അയോൺ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ആദ്യം നമ്മൾ ആരുടെ പേരാണ് കൊടുക്കുന്നത്? ലിഗാൻഡിന്റെ പേരാണ്. ഇവിടുത്തെ ലിഗാൻഡിന്റെ പേരെന്താണ്? കാർബണൈൽ എന്നാണ്, അല്ലെ? അതായത് സിമ്പിൾ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. എത്ര കാർബണൈൽ ഉണ്ട്? 4. അപ്പൊ പ്രിഫിക്സ് എന്ത് കൊടുക്കും? ടെട്രാ. അപ്പൊ ലിഗാൻഡിന്റെ പേര് ടെട്രാ കാർബണൈൽ എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇനി ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, അല്ലെ? ന്യൂട്രൽ കോംപ്ലക്സ് ആവുമ്പോൾ എന്താണ്? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പേരിന് യാതൊരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ നിർത്താനാണ് നമ്മൾ റൂളിൽ പറഞ്ഞത്. അപ്പൊ നിക്കൽ നിക്കൽ തന്നെ നിർത്തുക. ഓക്കെ, അപ്പൊ ടോട്ടൽ നെയിം എങ്ങനെ വന്നു? ടെട്രാ കാർബണൈൽ നിക്കൽ. അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് വരും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി 0 കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പം കോംപ്ലക്സിന്റെ പേര് എങ്ങനെ വന്നു? ടെട്രാ കാർബണൈൽ നിക്കൽ 0. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഇയാൾക്ക് കൗണ്ടർ അയോൺ ഒന്നുമില്ല, അതുകൊണ്ട് കോർഡിനേഷൻ സ്ഫിയർ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ലിഗാൻഡിന്റെ പേര് കാർബണൈൽ, 4 ലിഗാൻഡ് ഉള്ളത് കൊണ്ട് ടെട്രാ കാർബണൈൽ. ന്യൂട്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നെയിമിനും ചേഞ്ച് ഒന്നുമില്ല, നിക്കലിന് തന്നെ. അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 കണ്ടുപിടിച്ചു. സോ ദി നെയിം ഓഫ് ദിസ് കോർഡിനേഷൻ കോംപ്ലക്സ് ഈസ് ടെട്രാ കാർബണൈൽ നിക്കൽ 0. അപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. ഇത്തിരി വലിയ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്, അല്ലെ? Cr NH3 ത്രൈസ് H2O ത്രൈസ് Cl3. ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് ഇവിടെ കൊടുത്തത്, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇയാൾക്ക് എന്തുണ്ട്? കൗണ്ടർ അയോൺ ഉണ്ട്. കൗണ്ടർ അയോൺ മാത്രമല്ല, ലിഗാൻസ് നോക്കിക്കേ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ലിഗാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്, അല്ലെ? 2 ടൈപ്പ് ലിഗാൻസ് വന്നിട്ടുണ്ട്. NH3 ലിഗാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്, H2Oയും ലിഗാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്രോമിയം ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? യെസ്, ഇതിനെ നമ്മൾ ആദ്യം അയണൈസേഷൻ നടത്തണം. ബിക്കോസ് നമുക്ക് കൗണ്ടർ അയോൺ ഇവിടെ ഉണ്ട്, അല്ലെ? Cl3 ആയതുകൊണ്ട് 3Cl- എന്ന് വരും കൗണ്ടർ അയോൺ. പ്ലസ് ബാക്കി കോർഡിനേഷൻ സ്ഫിയർ അത്രയും Cr NH3 ത്രൈസ് H2O ത്രൈസ് അത്രയും എന്താ ചാർജ് വരുന്നത്? 3+ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താ? കാറ്റയോണിക് കോംപ്ലക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ നമ്മൾ നെയിം ചെയ്യാൻ നോക്കണം. ആദ്യം ആർക്കാണ് നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നത്? ലിഗാൻഡിനാണ്. പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതൽ ലിഗാൻസ് വന്നിട്ടുണ്ട്, ടൈപ്പ് ഓഫ് ലിഗാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ലിഗാൻസ് വരുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആൽഫബറ്റിക്കൽ ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ലിഗാൻസ് ആരൊക്കെയാണ്? അമീൻ ലിഗാൻഡ് ആണ്. അതേപോലെ തന്നെ അക്വ H2O ലിഗാൻഡ് ആയിട്ട് വരുമ്പോ എന്താ പേര്? അക്വ. അപ്പൊ അമീൻ ആണോ അക്വയാണോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്? അമീൻ ആണ്, അല്ലെ? എത്ര അമീൻ ഉണ്ട്?
മൂന്നെണ്ണം. അപ്പൊ ട്രൈ അമീൻ. എത്ര അക്വ ഉണ്ട്? മൂന്നെണ്ണം. അപ്പൊ ട്രൈ അക്വ. അപ്പൊ എങ്ങനെ വരും? ട്രൈ അമീൻ ട്രൈ അക്വ എന്നാണ് ലിഗാൻഡിന്റെ നെയിം. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ അയോണിന്റെ പേര് കൊടുക്കണം. ഇത് ക്രോമിയം അല്ലേ സെൻട്രൽ മെറ്റൽ അയോൺ വന്നേക്കുന്നത്? യെസ്. കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയാണ്? 3+ ആണ് വന്നത്. അപ്പൊ ഇതൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ്. നമുക്കറിയാം കാറ്റയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോണിന്റെ പേരിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തണ്ട എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ക്രോമിയമായിട്ട് തന്നെ നിന്നാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. എക്സ് പ്ലസ് NH3യുടെ ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പൊ 3 × 0 അക്വയുടെ ചാർജ് എത്രയാണ്? 0. അപ്പൊ 3 × 0 +3. അങ്ങനെ x എത്ര കിട്ടി? +3 കിട്ടി. ഓക്കെ. ഇനി കൗണ്ടർ അയോൺ ആരാണ്? യെസ്, ക്ലോറിൻ ആണ്. അതായത് അത് ആനയോൺ ആണ്, കൗണ്ടർ അയോൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അവസാനമേ കൊടുക്കുള്ളൂ, ക്ലോറൈഡ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ കോംപ്ലക്സിന്റെ നെയിം എങ്ങനെയാണ് വന്നത്? ട്രൈഅമീൻ ട്രൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് എന്ന് വന്നു. എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? 2 ലിഗാൻസ് വന്നതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡർ കീപ്പ് ചെയ്ത് ട്രൈഅമീൻ ട്രൈ അക്വ എന്ന് കൊടുത്തു. കാറ്റയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റൽ അയോണിന് എന്താണ്? സെൻട്രൽ മെറ്റൽ അയോണിന് പേരിന് മാറ്റമൊന്നും വരുത്തണ്ട, ക്രോമിയം തന്നെ നിർത്തുക. അതേപോലെ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ കൗണ്ടർ അയോൺ ആനയോൺ ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പേര് കൊടുത്ത് ട്രൈഅമീൻ ട്രൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് എന്നാണ് കോംപ്ലക്സിന്റെ നെയിം കിട്ടിയത്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. COEN ത്രൈസ് ട്വൈസ് SO4 ത്രൈസ് എന്നൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടിയായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. പക്ഷെ നമുക്കതൊന്ന് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ ഇയാളെ എന്ത് ചെയ്യണം? ഒന്ന് അയണൈസ് ചെയ്യണം. അപ്പൊ ഇയാളുടെ കൗണ്ടർ അയോൺ ആരാ കൊടുത്തേക്കുന്നത്? SO4 ത്രൈസ്. SO4 ഏത് ഗ്രൂപ്പാണ്? യെസ്, സൾഫേറ്റ് ഗ്രൂപ്പ് ആണെന്നറിയാം. അയാളുടെ ചാർജ് -2 ആണെന്നറിയാം. അപ്പം കൗണ്ടർ അയോൺ നെഗറ്റീവ് ആണ്. അപ്പൊ എവിടെയാണ് പേര് വരേണ്ടത്? ഏറ്റവും അവസാനം വന്നാൽ മതി അല്ലേ? അപ്പൊ അയണൈസ് ചെയ്യുമ്പോൾ SO4 ത്രൈസ് എത്ര സൾഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്? 3 സൾഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 3SO4 2- എന്ന് വരും. ഓക്കെ. ഒരു സൾഫേറ്റ് ഗ്രൂപ്പിന്റെ ചാർജ് -2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ 3 സൾഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 3SO4 2- എന്ന് വന്നു. അപ്പൊ ടോട്ടൽ സൾഫേറ്റിന്റെ ചാർജ് എത്രയാ വന്നു കുഞ്ഞുങ്ങളെ? 3 × 2- 3SO4 2- എന്നല്ലേ? അപ്പൊ 3 × 2- എത്ര വന്നു? -6 ആണ്. അപ്പൊ നമ്മുടെ കൗണ്ടർ അയോണിന്റെ ടോട്ടൽ ചാർജ് എത്ര വന്നു? -6 വന്നു. അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് സ്വാഭാവികമായിട്ടും എത്ര വരണം? +6 വരണം. ഓക്കെ. അപ്പൊ അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ ആരൊക്കെയുണ്ട്? COEN ത്രൈസ് ട്വൈസ് എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ അയോൺ ആക്കി എഴുതുമ്പോഴത്തേക്കും എങ്ങനെ വരും? 2COEN ത്രൈസ് എന്ന് വരും. 2COEN ത്രൈസ്. ഇനി ചാർജ് വേണ്ടേ? എത്രയായിരുന്നു ചാർജ് വേണ്ടത്? +6 ചാർജ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മുകളിൽ ചാർജ് എത്ര വരണം? ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 × എത്ര ചെയ്താൽ +6 കിട്ടും? +3 ചെയ്യണം അല്ലെ? അപ്പൊ 2 × 3 ആണ് +6. അപ്പൊ മുകളിൽ എത്ര വേണം? 3+ വന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ സൾഫേറ്റിന്റെ ചാർജ് -6 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് നമുക്ക് എത്ര വേണം? +6 വേണം അല്ലെ? അപ്പൊ COEN ത്രൈസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ 2COEN ത്രൈസ് എന്ന് നമ്മൾ എഴുതി. അയാളെ നമ്മൾ +6 ആക്കണമെങ്കിൽ മുകളിൽ ചാർജ് എത്ര വേണം? +3 വേണം. ഓക്കെ. അങ്ങനെയാണ് ഇയാളുടെ ചാർജ് +3 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്. ഇനിയും കൊബാൾട്ട് ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. ഈ കൊബാൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ എക്സ് എന്നും പറഞ്ഞെടുത്തു അല്ലെ? അപ്പൊ X+3 × EN ആരാണ്? ഈഥൈൻ 1,2 ഡയമീൻ ആണ്. അയാളുടെ ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പൊ 3 × 0 എത്ര കിട്ടി? +3. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി? +3 കിട്ടി. അത്രയും മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? നെയിം ചെയ്യണം അല്ലെ? നെയിം ചെയ്യുമ്പോൾ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിലേക്ക് നോക്കുക. അവിടെ ലിഗാൻഡിനാണ് നമ്മൾ ആദ്യം പേര് കൊടുക്കുന്നത്. ഇവിടുത്തെ ലിഗാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഈഥൈൻ 1,2 ഡയമീൻ എന്ന പേര്. അതൊരു കോംപ്ലക്സ് ലിഗാൻഡ് ആണ്. അതിനുള്ളിൽ തന്നെ
ഡൈ എന്നൊരു വാക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു കോംപ്ലക്സ് ലിഗാൻഡ് ആണ്. അപ്പൊ കോംപ്ലക്സ് ലിഗാൻഡിന് പ്രിഫിക്സ് എങ്ങനെ കൊടുക്കണമെന്നാ പറഞ്ഞത്? യെസ്, ബിസ്, ട്രിസ്, ടെട്രാക്കിസ് എന്ന രീതിയിൽ കൊടുക്കണമെന്നാ പറഞ്ഞത്. എത്ര ഇഎൻ വന്നിട്ടുണ്ട്? 3. അപ്പൊ കോംപ്ലക്സ് ലിഗാൻഡ് ആവുമ്പോൾ 3 എന്ന് വന്നാൽ നമ്മൾ ഏത് പ്രിഫിക്സ് കൊടുക്കണം? ട്രിസ് എന്ന പ്രിഫിക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും ലിഗാൻഡിന്റെ പേര്? ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് വരും. ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? സെൻട്രൽ മെറ്റൽ അയോൺ കൊബാൾട്ട് ആണ് അല്ലെ. ഇയാളൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആണല്ലോ. അപ്പോൾ ഈ സെൻട്രൽ മെറ്റൽ അയോണിന്റെ നെയിമിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. കൊബാൾട്ട് അങ്ങനെ തന്നെ. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? 3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽസിൽ റെപ്രസെന്റ് ചെയ്തു. ലാസ്റ്റ് എന്ത് കൊടുക്കുക? യെസ്, സൾഫേറ്റ്. ആരാണ്? നമ്മുടെ കൗണ്ടർ അയോൺ. ഏറ്റവും ലാസ്റ്റ് കൊടുത്തു. കാരണം എന്താ? ആനയോൺ ആയതുകൊണ്ട് ഏറ്റവും അവസാനം കൊടുത്തു. അപ്പൊ പേരെങ്ങനെ വന്നു? ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ കൊബാൾട്ട് 3 സൾഫേറ്റ് എന്ന് വന്നു. മനസ്സിലായല്ലോ ഇതെങ്ങനെയാ ചെയ്തെന്നുള്ളത്? അപ്പൊ തനിയെ ഈ പറഞ്ഞത് വെച്ച് ബുക്കിൽ ഒന്ന് ചെയ്തു നോക്കുമ്പോ ഇത് നല്ല രീതിയിൽ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും നേരം നമ്മള് നോമൻക്ലേച്ചർ, നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആ പറഞ്ഞത് അല്ലെ. നമുക്ക് സ്ട്രക്ചർ തന്നിട്ട് അയാളുടെ നെയിം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ്? തിരിച്ച് നെയിം തരും, അയാളുടെ സ്ട്രക്ചർ നമ്മൾ എഴുതണം. ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സോ സിംഗേറ്റ് 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നെയിം. ഇത് വെച്ചിട്ട് ഇയാളുടെ സ്ട്രക്ചർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് സെൻട്രൽ മെറ്റൽ അയോൺ ആരാണ് എന്ന് നോക്കണം. ആരാണ്? സിംഗേറ്റ് എന്നാ കൊടുത്തേക്കുന്നത്. ആരാണ്? സിങ്ക് ആണെന്ന് മനസ്സിലായി. അപ്പൊ സിങ്ക് അതുപോലെ ഇസഡൻ മെറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? ലിഗാൻഡ് ആരാണെന്ന് നോക്കണം. ടെട്രാ ഹൈഡ്രോക്സോ എന്നാണ് കൊടുത്തേക്കുന്നത്. ആരാണ്? അപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഏതാണ്? OH ഗ്രൂപ്പ്. എത്ര എണ്ണം ഉണ്ട്? ടെട്രാ മീൻസ് 4 എന്നാണ്. അതാണ് OH 4 ടൈംസ് എന്ന് കൊടുത്തത്. അപ്പൊ മെറ്റൽ കിട്ടി, അതേപോലെ തന്നെ ലിഗാൻഡ് നമുക്ക് കിട്ടി. അത്രയായല്ലോ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിലുള്ള ആളിനെ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ അത് എഴുതി ഇസഡൻ OH 4 ടൈംസ് എന്ന് കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് കൊടുത്തിരിക്കുന്നത് ടെട്രാ ഹൈഡ്രോക്സോ സിംഗേറ്റ് എന്നല്ലേ. അതിന് പുറത്ത് ആരെയാണ് നമുക്ക് കൗണ്ടർ അയോൺ ആയിട്ട് തന്നിരിക്കുന്നത്? പൊട്ടാസ്യത്തിനെയാ തന്നിരിക്കുന്നത്. പൊട്ടാസ്യം എന്താണ്? K ആണ്. അപ്പൊ നമ്മള് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് K, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലായിട്ട് എന്ത് വന്നു? ഇസഡൻ OH 4 ടൈംസ് എന്ന് വന്നു അല്ലെ. ഇനി ഇവിടെ ഒരു K2 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് 2 അവിടെ വന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ടല്ലോ 2 എന്ന്. ഓക്കെ, 2 പ്ലസ് OH. ഒരു OH ന്റെ ചാർജ് എത്രയാണ്? -1. അങ്ങനെ എത്ര OH ഉണ്ട്? 4. അപ്പൊ -1 into 4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 - 4 is equal to -2 എന്ന് വന്നു. അപ്പൊ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്രയാണ്? -2 ആണ്. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട് 2 പ്ലസ് OH ആണ് ലിഗാൻഡ്. ഒരു OH ന്റെ ചാർജ് -1, 4 OH ആകുമ്പോ -1 into 4. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -2 എന്ന് കിട്ടും. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര കിട്ടി? -2. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. സിംഗേറ്റ് എന്നാ കൊടുത്തേക്കുന്നത്. മെറ്റൽ അയോണിന്റെ പേര് ATEയിൽ അവസാനിക്കുമ്പോൾ എപ്പോഴാണ്, ഏത് കണ്ടീഷനിലാണ് ATEയിൽ അവസാനിക്കുന്നത്? ആനയോണിക് കോംപ്ലക്സ് ആവുമ്പോഴല്ലേ മെറ്റൽ അയോണിന്റെ പേര് ATEയിൽ അവസാനിക്കുന്നത്. യെസ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര വരും? നെഗറ്റീവ് ആയിരിക്കും വരുന്നത് നമുക്കറിയാം. അങ്ങനെ -2 നമുക്ക് കിട്ടി. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ -2 കിട്ടിയെങ്കിൽ കൗണ്ടർ അയോൺ എത്രയായിരിക്കണം? +2 ആയിരിക്കണം. അപ്പൊ 2K+ എന്നല്ലേ വരേണ്ടത് അയണൈസ് ചെയ്യുമ്പം. അപ്പൊ അല്ലാതെ എഴുതുമ്പോ K2 എന്നല്ലേ എഴുതേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് K2 Zn OH 4 ടൈംസ് എന്ന് കിട്ടിയത്. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സോ സിംഗേറ്റ് 2 എന്ന് കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓരോ റൂൾസും മനസ്സിൽ വെച്ച് ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഫോർമുല എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തൊരു കോംപ്ലക്സ് ഇവിടെ സ്ട്രക്ചർ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെട്രാ അമീൻ അക്വ ക്ലോറൈഡ് കൊബാൾട്ട് 3 ക്ലോറൈഡ്. എന്താ പേര് കൊടുത്തേക്കുന്നത്? ടെട്രാ അമീൻ അക്വ ക്ലോറൈഡ് കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ സെൻട്രൽ മെറ്റൽ അയോൺ ആരാണ്? കൊബാൾട്ട് ആണ്. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിഗാൻഡ് നോക്കണം. ലിഗാൻഡ് ആരൊക്കെയുണ്ട്?
ടെട്രാ അമീൻ. അമീൻ ആരാണ്? NH3. എത്ര അമീൻസ് ഉണ്ട്? 4 എണ്ണം വന്നിട്ടുണ്ട്. NH3 4 ടൈംസ്. അക്വ എന്ന് പറഞ്ഞാൽ ആരാണ്? H2O ആണ്. ഒരെണ്ണം അല്ലേ ഉള്ളൂ. അതുപോലെ ക്ലോറൈഡ് ആരാണ്? Cl. അതും ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പൊ ലിഗാൻസും എല്ലാം കിട്ടിയല്ലോ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ വരും? CO NH3 4 ടൈംസ് H2O Cl എന്ന് വരും. കോർഡിനേഷൻ സ്ഫിയർ കിട്ടി. ഇനി കൗണ്ടർ അയോൺ ആരാ കൊടുത്തേക്കുന്നത്? യെസ്, ക്ലോറൈഡ് ആണ് കൊടുത്തേക്കുന്നത്. അയാളുടെ ആനിയോൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ അപ്പുറത്തായിട്ട് വേണം നമ്മൾ എഴുതാൻ Cl എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? യെസ്, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. 3 പ്ലസ് NH3 0 ആണെന്നറിയാം. 4 into 0 പ്ലസ് അക്വയും 0 ആണെന്നറിയാം. പ്ലസ് എന്താണ്? ഹാലജന്റെ ചാർജ് എത്രയാണ്? -1. അപ്പൊ -1 which is equal to എത്ര കിട്ടും? 3 plus -1 is equal to +2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ചാർജ് എത്രയാണ്? +2 ആണ്. അപ്പോൾ കൗണ്ടർ അയോൺ എത്ര വരും? -2. 2Cl- എന്നല്ലേ അയണൈസേഷൻ നടത്തുമ്പോൾ വരുന്നത്. അപ്പൊ എത്ര Cl വരണം? 2 Cl വരണം. അതാണ് Cl2 എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ആദ്യം നമ്മള് കൊബാൾട്ട് സെൻട്രൽ മെറ്റൽ അയോൺ ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ലിഗാൻഡ് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? ടെട്രാ അമീൻ NH3 4 ടൈംസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അക്വ H2O ആണ് കൊടുത്തിട്ടുണ്ട്. ക്ലോറിൻ Cl ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോണിലേക്ക് നോക്കിക്കേ, കൊബാൾട്ട് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വരാത്തത് ഏത് കേസിലാ? കാറ്റയോണിക് കോംപ്ലക്സോ ന്യൂട്രൽ കോംപ്ലക്സോ ആകുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോ അയോണിനോ എന്ത് വരത്തില്ല? പ്രത്യേകിച്ച് പേരിന് മാറ്റമൊന്നും വരത്തില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കൊബാൾട്ട് തന്നെയാണ്. അപ്പൊ അത് കാറ്റയോണിക് കോംപ്ലക്സ് ആണ് അല്ലെ? അങ്ങനെ നമുക്ക് ചാർജ് എന്ത് കിട്ടി? +2 എന്ന് കിട്ടി. അതുകൊണ്ട് കൗണ്ടർ അയോണിന്റെ ചാർജ് -2. അങ്ങനെ നമ്മൾ Cl2 എന്ന് എഴുതി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ കോംപ്ലക്സിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ വന്നു? CO NH3 4 ടൈംസ് H2O Cl പുറത്ത് Cl2. ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പം അടുത്ത ഒരു കോംപ്ലക്സ് ലിഗാൻഡ് ഉള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡൈക്ലോറിഡോ ബിസ് ഈഥൈൻ 1,2 ഡൈഅമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇയാളുടെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അപ്പൊ നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ ആരാണ്? കൊബാൾട്ട് ആണെന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ ലിഗാൻഡ് ആരാണ്? യെസ്, ഈഥൈൻ 1,2 ഡൈഅമീൻ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പൊ ഡൈക്ലോറിഡോ, അപ്പൊ ക്ലോറിനും ഉണ്ട്. ഡൈക്ലോറിഡോ നെഗറ്റീവ് ലിഗാൻഡ് ആയതുകൊണ്ട് ഓയിൽ അവസാനിച്ചത്. അപ്പൊ എത്ര ക്ലോറിൻ വന്നിട്ടുണ്ട്? 2 ക്ലോറിൻ വന്നിട്ടുണ്ട്. Cl2 എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? അപ്പൊ ഡൈക്ലോറിഡോ ഈഥൈൻ 1,2 ഡൈഅമീൻ ബിസ് ഈഥൈൻ 1,2 ഡൈഅമീൻ. ബിസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പം En നമ്മൾ ഈഥൈൻ 1,2 ഡൈഅമീനെ ചുരുക്കി എങ്ങനെ എഴുതുന്നത്? En അല്ലേ എഴുതുന്നത്? അപ്പൊ En ട്വൈസ്. മനസ്സിലായല്ലോ? കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പൊ നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ കൊബാൾട്ട് കിട്ടി. ലിഗാൻഡ് Cl2 En ട്വൈസും ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി കൗണ്ടർ അയോൺ ആരാണ് കൊടുത്തേക്കുന്നത്? ക്ലോറൈഡ് ആണെന്നുള്ള കാര്യം കിട്ടി. അപ്പൊ നമുക്ക് കോർഡിനേഷൻ സ്ഫിയർ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. CO En ട്വൈസ് Cl2 ഇത്രയും നമ്മൾ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ എഴുതി. പുറത്ത് ആരെ എഴുതി? നമ്മള് Cl എഴുതി അല്ലെ? ക്ലോറിൻ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് കണ്ടുപിടിക്കണം. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 3 പ്ലസ് Eന്റെ ചാർജ് എത്രയാണ്? 0 ആണ്. പ്ലസ് ക്ലോറിന്റെ ചാർജ് എത്രയാണ്? -1. എത്ര ക്ലോറിൻ ഉണ്ട്? 2. അപ്പൊ -2. അപ്പൊ 3 പ്ലസ് -2 എത്ര വരും? യെസ്, +1 എന്ന് വരും അല്ലെ? അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എത്ര വരും? +1 വരും. അപ്പൊ കൗണ്ടർ അയോണായ Clന്റെ ചാർജ് -1. അപ്പൊ ഒരു Cl മാത്രം മതി. ഓക്കെ. അപ്പൊ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ എങ്ങനെ കിട്ടി? CO En ട്വൈസ് Cl2 അതേപോലെ തന്നെ പുറത്ത് Cl കിട്ടി. അപ്പൊ ഈ രീതിയിലാണ് കോർഡിനേഷൻ കോംപ്ലക്സിന്റെ നെയിം തന്നിട്ട് നമ്മൾ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ കുറെ അധികം എക്സാമ്പിൾ ടെക്സ്റ്റിലുണ്ട്. റൂൾസ് ആദ്യം മനസ്സിൽ വെച്ച്, റൂൾസ് ഒരിക്കലും നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനസ്സിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ നോമൻക്ലേച്ചറും മനസ്സിലായി, സ്ട്രക്ചർ എഴുതാനും മനസ്സിലായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നിർബന്ധമായിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ.